കോതമംഗലം മുനിസിപ്പാലിറ്റി ഇനി UDF ഭരിക്കും. തുടർച്ചയായി 2 തവണ ഭരിച്ച ശേഷം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണമാണ് UDF തിരിച്ചുപിടിച്ചിരിക്കുന്നത്. 8ാം വാർഡിൽ CPM റിബലിനെ സിനി ജോയിയും 18ാം വാർഡിൽ കോൺഗ്രസ് റിബൽ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസും വിജയിച്ചിട്ടുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഭരണം UDF തിരിച്ചുപിടിച്ചു. നിലവിൽ ഭരണത്തിലായിരുന്ന LDFനെ ഏറെ പിന്നിലാക്കിയാണ് UDF നേട്ടം കൊയ്തത്. BJP ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നതാണ് മറ്റൊരു പ്രത്യേകത. കോൺഗ്രസിന്റെയും CPMന്റെയും ഓരോ റിബലുകളും വിജയിച്ചു. 33 വാർഡുകളിൽ 22ഉം UDF സ്വന്തമാക്കിയപ്പോൾ LDF 8ൽ ഒതുങ്ങി. 20ാം വാർഡിലാണ് BJP അക്കൗണ്ട് തുറന്നത്. ഇവിടെ ഗീത ജയകുമാർ വിജയിച്ചു. UDFിലെ ചിന്നമ്മ ജോയിയെ 7 വോട്ടിനാണ് ഗീത പരാജയപ്പെടുത്തിയത്. 8ാം വാർഡിൽ CPMന്റെ മുൻ കൗൺസിലർ സിനി തോമസും 18ാം വാർഡിൽ സിറ്റിംഗ് കൗൺസിലർ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിച്ചു. LDF സ്ഥാനാർത്ഥികളായിരുന്ന വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ 28ാം വാർഡിൽ UDFിലെ അനൂപ് ജോർജിനോട് പരാജയപ്പെട്ടു. CPMന്റെ പ്രമുഖ നേതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന KA നൌഷാദ് 1ാം വാർഡിൽ കോൺഗ്രസിലെ ബിനീഷ് സെബാസ്റ്റ്യനോട് പരാജയപ്പെട്ടു. LDFന്റെ സിറ്റിംഗ് കൗൺസിലർമാരായ വിദ്യാ പ്രസന്നൻ, റോസിലി ഷിബു, ജൂബി പ്രതീഷ് എന്നിവരും തോറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട്. മുൻ കൗൺസിലർ TG കേശവദാസും പരാജയപ്പെട്ടു. UDFിൽ നിന്ന് വിജയിച്ചവർ രാജി ജോബി വാർഡ് 2, സിന്ധു ജിജോ വാർഡ് 4, ലിസി പോൾ വാർഡ് 5, പ്രിൻസ് വർക്കി വാർഡ് 7, മാജോ മാത്യു വാർഡ് 9, ജാൻസി മാത്യു വാർഡ് 10, കുമാരി അശോകൻ 13, NI അഗസ്റ്റിൻ 14, ജോർജ് അമ്പാട്ട് 17, ഭാനുമതി രാജു 19, PM നവാസ് 21, മിനി എൽദോസ് 22, ആഷ്ലി ടീച്ചർ 23, ജിജി ജോമൻ 24, മഞ്ജു തോമസ് 25, എൽദോസ് കീച്ചേരി 26, ആബിദ ടീച്ചർ 27, KP ജലീൽ 29, സലീം ചെറിയാൻ 32, മിനി മാത്യു 33. LDFിൽ നിന്ന് മരിയ രാജു 3ാം വാർഡ്, ഷിബി ബാബു 6ാം വാർഡ്, സീതാ വിജയൻ 10, ആദർശ് കുര്യാക്കോസ് 12, PR ഉണ്ണികൃഷ്ണൻ 15, അരുൺ P ബോബൻ 16, സിജു തോമസ് 30, CPS ബാലൻ 32. തുടർച്ചയായി 2 തവണ ഭരണം നടത്തിയ ശേഷമാണ് കഴിഞ്ഞ തവണ UDF പരാജയപ്പെട്ടത്. ഇത്തവണ വൻ വിജയത്തോടെ തിരിച്ചെത്താൻ മുന്നണിക്ക് കഴിഞ്ഞു. തുടർച്ചയായി 3ാം തവണ കൗൺസിലർമാരാകുന്ന ഭാനുമതി ടീച്ചർ, സിന്ധു ജിജോ, 23ാം വാർഡിലെ ഡോക്ടർ ആഷ്ലി എന്നിവരിലൊരാൾ ചെയർപേഴ്സണാകും. പ്രിൻസ് വർക്കിയോ എൽദോസ് കീച്ചേരിയോ വൈസ് ചെയർമാനാകും. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.